ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളാണെങ്കിലൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ചിൽ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുവാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു സാറ്റർഡേ ആണ് എടുക്കുന്നത്. എനിക്ക് ക്ലാസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതേ കണ്ടില്ലേ, ക്ലൈമറ്റ് ഭയങ്കര മൂടി കെട്ടിയ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. കുറച്ച് അങ്ങോട്ട് പോകും തോറും നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. അത്യാവശ്യം വേണ്ട കോട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. എന്നിട്ട് കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് അതെടുത്ത് ഇടുകയും ചെയ്തു. അപ്പോൾ ഉണ്ടടാ, അങ്ങോട്ടേക്ക് പോകും തോറും നല്ല മഴച്ചാറ്റലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ മഴയില്ല, കുറച്ചങ്ങോട്ട് ദൂരെ നല്ല മഴയാണ്. അപ്പോൾ 2-3 പേരൊക്കെ അവിടെ സ്കൂട്ടിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്, അയ്യോ പോണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത്. എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് ഇത് തോന്നി. ഒരു സൈഡിൽ മാത്രം മഴ, മറ്റേ സൈഡിൽ മഴയേ ഇല്ല. എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ആ മഴയത്ത് കൂടി തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഫോണൊക്കെ അത്യാവശ്യം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ മഴയൊക്കെ കൊണ്ടതിന് ശേഷം ഞങ്ങളിതാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾ റീൽസിലൊക്കെ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. റീൽസിൽ കണ്ട് ഭയങ്കര അടിപൊളി സ്ഥലമാണ്. നമ്മൾ കാണുന്നത് പോലെ തന്നെയാണ്. നല്ല രസമുള്ള വ്യൂ ആണ് അവിടുന്ന്. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാറൊക്കെ ഉള്ള ഒരു ടൈമിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിരിക്കും. വെയിലുള്ള സമയത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ വെയിലടിക്കും, നല്ല ചൂടും ഉണ്ടാവും. പക്ഷേ ഈ ഒരു ക്ലൈമറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പും ഉണ്ടാവും. പിന്നെ ആ ചുറ്റിന് നല്ല മലയും പിന്നെ മരങ്ങളും ഒക്കെ ആയതുകൊണ്ട് കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ടാവും കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഈ ഭൂതത്താൻകെട്ടിൻ്റെ ആ ഒരു ഭാഗമാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഫസ്റ്റ് ഞാൻ ഈ സ്ഥലം കാണുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റാറ്റസ് ഇടുമ്പോഴാണ്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് അവൾ ഇതിൻ്റെ പേര് പറഞ്ഞു തന്നത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് സെർച്ചൊക്കെ ചെയ്തിട്ട് നോക്കുമ്പോൾ കുറേ പേര് ഇതിനെക്കുറിച്ച് റീൽസൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങളായിട്ട് കുറയ്ക്കുന്നില്ല, സ്പോട്ടിൽ വെച്ച് തന്നെ 2-3 റീൽസൊക്കെ ഷൂട്ട് ചെയ്തു. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എൻ്റെ ബയോയിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കയറി കാണണം. പിന്നെ ഇതേ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് 2-3 കടകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഈ ഒരു സ്ഥലം നമുക്ക് ശരിക്കും ഇങ്ങനെ തന്നെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓഗസ്റ്റ് ടു നവംബർ ടു ഡിസംബർ വരെയൊന്നും ഉണ്ടാവില്ല. ഭൂതത്താൻകെട്ടിൻ്റെ ഷട്ടർ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം തന്നെയായിരിക്കും. നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനൊന്നും പറ്റത്തില്ല. അപ്പം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത കടയിൽ കയറിയിട്ട് ചായയും പിന്നെ നല്ല ബജി ഉണ്ടായിരുന്നു കേട്ടോ. മുട്ട ബജിയും അതുപോലെ തന്നെ മുളക് ബജിയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഉണ്ട് നല്ല മഴയാണ്. അപ്പം നമ്മൾ ബൈക്കിനാണല്ലോ വന്നത്. അപ്പം നമ്മൾ വീണ്ടും കോട്ടൊക്കെ എടുത്തിട്ട് എന്നിട്ട് അങ്ങോട്ട് മഴയത്തോട്ട് ഇറങ്ങി. കുഞ്ഞുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഈ മഴയത്തൊക്കെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവളുടെ സന്തോഷം അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്തു. ഒരു കോട്ടൊക്കെ, ഒരു ചെറിയൊരു കോട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ കോട്ടൊക്കെ ഇട്ടിട്ട് പുള്ളിക്കാരി ഭയങ്കര ആടിപ്പാടി അതിൽ കൂടെ ഇത് കൂടെയൊക്കെ ഓടി കളിച്ചിങ്ങനെ നടക്കുകയാണ്. നമ്മൾ 3 പേരും മാത്രം വീട്ടിലായതുകൊണ്ട് അവൾ അങ്ങനെ പുറത്തിറക്കിയിട്ട് അങ്ങനെ കളിക്കുന്ന പരിപാടിയൊന്നുമില്ല. കാരണം നമ്മൾ 2 ഷിഫ്റ്റായിട്ടാണ് അവളെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.